ദീപം തെളിഞ്ഞു, ബലിപീഠം ഒരുങ്ങി, ധൂപം ഉയർന്നു, അൾത്താരയും ഒരുങ്ങി. ദൈവദൂതൻ നിരനിരയായി വാനം വിട്ടു മണ്ണിൽ വന്നിടുന്നു. ദൈവദൂതൻ നിരനിരയായി വാനം വിട്ടു മണ്ണിൽ വന്നിടുന്നു. ബലിയിൽ ചേരാൻ ഇരു കൈകൾ കൂപ്പി നിരന്നു. ബലിയിൽ ചേരാൻ ഇരു കൈകൾ കൂപ്പി നിരന്നു. ദീപം തെളിഞ്ഞു, ബലിപീഠം ഒരുങ്ങി, ധൂപം ഉയർന്നു, അൾത്താരയും ഒരുങ്ങി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെയും അങ്ങേ ആത്മാവോടും കൂടെ. യേശുവിൽ ഏറ്റവും വാത്സല്യമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, സഭയുടെ സാർവത്രിക ദൗത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന. സഭ ആദ്യം അറിയപ്പെട്ടിരുന്നത് ജെറൂസലം സഭയെന്നാണ്. ജെറൂസലമിൻ്റെ ചുറ്റളവിൽ ഒതുങ്ങിക്കൂടിയിരുന്ന ക്രിസ്തീയ വിശ്വാസികളുടെ സമൂഹം. ജെറൂസലമിൻ്റെ ചുറ്റളവിൽ നിന്ന് പുറത്തേക്ക് സഭ നീളുന്നത്, അല്ലെങ്കിൽ യേശുവിൻ്റെ തുടർച്ചയായി ലോകത്തിലേക്ക് സഭ കാലെടുത്ത് വയ്ക്കുന്നതിന് 3 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, എസ്തപ്പാനോസിൻ്റെ രക്തസാക്ഷിത്വം, സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി. 2, ജെറൂസലമിൽ ആരംഭിച്ച കടുത്ത മതപീഡനം. വിശ്വാസികൾ ചിതറി ഓടുന്നു. മറ്റൊന്ന്, സാവുളെന്ന ചെറുപ്പക്കാരൻ്റെ കടുത്ത ആക്രമണം. വിശ്വാസികളെ കൊന്നൊടുക്കുവാനുള്ള സാവുളെന്ന ചെറുപ്പക്കാരൻ്റെ തീവ്രമായ ആഗ്രഹം. ഈ 3 കാരണങ്ങളാൽ ജെറൂസലമിലെ വിശ്വാസികൾ ചിതറി ഓടുന്നു. പക്ഷെ അവർ ചെയ്തൊരു വലിയ കാര്യമുണ്ട്. തങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങളുടെയും വേദനകളുടെയും നടുവിൽ അവർ കർത്താവിനെ മറന്നില്ല, കർത്താവിൻ്റെ വചനം മറന്നില്ല. അവർ വചനം പ്രഘോഷിച്ചുകൊണ്ടാണ്, നടവഴികളിൽ വചനം പ്രഘോഷിച്ച് കർത്താവിനെ നെഞ്ചിലേറ്റി അവർ നടന്നു. സമറിയ ഒരു വിജാതീയ പ്രദേശമാണ്. സമറിയയിലാണ് ആദ്യമായിട്ട് വിജാതീയർക്ക് സുവിശേഷം നൽകപ്പെടുന്നത്. അത് ഫിലിപ്പോസിൻ്റെ നേതൃത്വത്തിൽ. അദ്ദേഹം അവിടെ ജെറൂസലമിലെ മതപീഡനം കാരണം അവിടെ വചനം പ്രഘോഷിക്കുന്നു. ആദ്യമായിട്ട് വിജാതീയർക്ക് വചനം നൽകപ്പെടുന്നു. അത് മതപീഡനത്തിന് പിന്നാലെ, മതപീഡനം മൂലം തന്നെയാണ് സംഭവിക്കുക.
അവിടേക്ക് പിന്നീട് പത്രോസ് യോഹന്നാനും കടന്നു ചെന്നിട്ട് അവിടെയുള്ള വിജാതീയര് യേശുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു, ഫിലിപ്പോസിൻ്റെ വചനം അംഗീകരിച്ച് സ്നാനം സ്വീകരിച്ചു എന്ന് കേട്ട നിമിഷത്തിൽ ജെറൂസലമിൽ ഉണ്ടായിരുന്ന പത്രോസ് യോഹന്നാനും സമറിയയിൽ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നു. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നൽകിയത്? ആത്മാവാണ് വിശ്വാസികളെ ഒരുമിപ്പിക്കുന്നത്. ഒരാത്മീയ ബന്ധം വിശ്വാസികൾ തമ്മിൽ ഉണ്ടാകുന്നത് ആത്മാവിനെ സ്വീകരിക്കുമ്പോഴാണ്. ഒരുപക്ഷെ നമ്മൾ ചോദിച്ചേക്കാം, ഈ ആത്മാവ്, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് എന്താണ്, ആരാണെന്ന് ചോദിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് വെളിപാടിൻ്റെ നടപടി പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ ആത്മാവാണ്. അപ്പോൾ സമറിയായിൽ വിശ്വാസം സ്വീകരിച്ച വിജാതിയർക്ക് പത്രോസ് യോഹന്നാൻ അവർക്ക് സ്ഥൈര്യലേപനം നൽകുന്നു, ആത്മാവിന് നൽകുന്നു. കർത്താവിൻ്റെ ആത്മാവിനെ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ തനിച്ചല്ല, ഞങ്ങൾ കൂടെയുണ്ട്. അപ്പോൾ ലോകത്തിൽ എവിടെയുള്ള ഏതൊരു വിശ്വാസിയും തനിച്ചല്ല, ഒറ്റയ്ക്കല്ല, സഭാ സമൂഹം മുഴുവൻ അവൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള വലിയ സന്ദേശമാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന നമുക്ക് നൽകുക. അപ്പം നമ്മളാരും തനിച്ചല്ല, നമുക്കൊരാത്മീയ ബന്ധമുണ്ട്, ആത്മീയ ഐക്യമുണ്ട്. അതിവിടെ ആയാലും റോമിലായാലും എവിടെ ആയാലും നമ്മളൊക്കെ ഒന്നാണ്. നമ്മൾ ഒരുമിപ്പിക്കുന്നത് കർത്താവിൻ്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ്. ഇന്നും സഭാപണ്ഡിതന്മാർ പറയും, അന്ന് ഒരു പീഡനം ഉണ്ടായിരുന്നില്ല എങ്കിൽ, അന്ന് സാവൂൾ എന്ന ചെറുപ്പക്കാരൻ അവരെ ഉപദ്രവിച്ചില്ലായിരുന്നെങ്കിൽ, സ്തഫാനോസ് രക്തസാക്ഷിത്വം വരിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ജെറൂസലമിൽ ഒതുങ്ങിപ്പോകുമായിരുന്നു ക്രിസ്തീയ വിശ്വാസം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ റോമാക്കാർക്ക് ലേഖനത്തിൽ പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവമെല്ലാം നന്മയ്ക്കായി ചെയ്യുന്നുവെന്ന്. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അപ്പം സഭ എന്ന് പറയുന്നത് ജെറൂസലമിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നായിരുന്നില്ല, അത് ലോകം മുഴുവനും പടർന്ന് പന്തലിക്കേണ്ട, ലോകം മുഴുവനും നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന വിശ്വാസി സമൂഹമാണ് സഭ എന്ന് പറയുന്നത്. അപ്പം അവിടെ മരണമുണ്ടാകാം, രക്തസാക്ഷിത്വമുണ്ടാകാം, പീഡനമുണ്ടാകാം, പകർച്ചവേദി, എന്തു വന്നാലും ആത്മാവ് നമ്മളെ ഒരുമിപ്പിക്കും. നൽകുന്ന സന്ദേശം ഇതാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി ചെയ്യുന്നു. സഭയുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു അന്നത്തെ രക്തസാക്ഷിത്വവും അന്നത്തെ പീഡനവും അന്നത്തെ ഒളിച്ചോട്ടവും പ്രവാസ ജീവിതവും ഒക്കെ. അങ്ങനെയെങ്കിൽ ഇന്നും ദൈവം ആരുടെയും തിന്മ ആഗ്രഹിക്കുന്നില്ല, നന്മ ആഗ്രഹിക്കുന്ന ദൈവം. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമ്പോഴും ഏത് പ്രതിസന്ധി നേരിടുമ്പോഴും ദൈവം എല്ലാം നന്മയ്ക്കായി ചെയ്യുന്നു, ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന ചിന്തയിൽ, നന്മയ്ക്കായി ഭവിക്കുമെന്ന ചിന്തയിൽ എന്തിനേയും ഏതിനേയും കർത്താവിനോട് ചേർന്ന് സ്വീകരിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിരുന്ന് നമുക്ക് പങ്കുവയ്ക്കാം. ഒരുക്കമായിട്ട് നമ്മുടെ പാപങ്ങളോർത്ത് മനസ്തപിച്ച് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരി നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും വീക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരി നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു
മഹത്വം. ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലുന്നീവ താഴ്മയാ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവേകശക്തനാം ദൈവമേ, താതനമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീ യേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ. താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനികന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനികന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ. കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഉത്തിതനായ കർത്താവിൻ്റെ മഹിമയ്ക്കായി ഞങ്ങൾ അനുഷ്ഠിക്കുന്ന സന്തോഷത്തിൻ്റെ ഈ ദിനങ്ങൾ ഭക്തി തീക്ഷ്ണതയോടെ ആഘോഷിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ അതിൻ്റെ സ്മരണയാൽ ഞങ്ങൾ ആചരിക്കുന്നത് പ്രവൃത്തിയിലും എപ്പോഴും നിലനിർത്തുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ.
അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അക്കാലത്ത് ഫിലിപ്പോസ് സമരിയായിലെ ഒരു നഗരത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെപ്പറ്റി പ്രഘോഷിച്ചു. ഫിലിപ്പോസിൻ്റെ വാക്കുകൾ കേൾക്കുകയും അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്ത ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏകമനസ്സോടെ ശ്രദ്ധിച്ചു. എന്തെന്നാൽ അശുദ്ധാത്മാക്കൾ തങ്ങൾ അവശേഷിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തുപോയി അനേകം തളർവാദ രോഗികളും മുടന്തന്മാരും സുഖം പ്രാപിച്ചു. അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായി. സമരിയക്കാർ ദൈവവചനം സ്വീകരിച്ചുവെന്ന് കേട്ടപ്പോൾ ജെറുസലേമിലുള്ള അപ്പോസ്തലന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുത്തേക്ക് അയച്ചു. അവർ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം അതുവരെ പരിശുദ്ധാത്മാവ് അവരിൽ ആരുടെയും മേൽ വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. പിന്നീട് അവരുടെ മേൽ അവർ കൈകൾ വച്ചു. അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. 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 അവിടുത്തെ നാമത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുവിൻ. സ്തുതികളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. അവിടുത്തെ പ്രവൃത്തികൾ എത്ര ഭീതിജനകം. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. ഭൂവാസികൾ മുഴുവൻ അവിടുത്തെ ആരാധിക്കുന്നു. അവർ അങ്ങയെ പാടിപ്പുകഴ്ത്തുന്നു. അങ്ങയുടെ നാമത്തിന് സ്തോത്രം ആലപിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വന്നു കാണുവിൻ. മനുഷ്യരുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ ഭീതിജനകമാണ്. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. അവിടുന്ന് സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി. അവർ അതിലൂടെ നടന്നു നീങ്ങി. അവിടെ നമ്മൾ ദൈവത്തിൽ സന്തോഷിച്ചു. അവിടുന്ന് തൻ്റെ ശക്തിയിൽ എന്നേക്കും വാഴും. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. ദൈവഭക്തരെ വന്നു കേൾക്കുവിൻ. അവിടുന്ന് എനിക്ക് വേണ്ടി ചെയ്തതെല്ലാം ഞാൻ വിവരിക്കാം. ദൈവം വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല. അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. രണ്ടാം വായന വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. പ്രിയ സഹോദരരെ, ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കുവിൻ. എന്നാൽ അത് ശാന്തതയോടും ബഹുമാനത്തോടും കൂടെ ആയിരിക്കട്ടെ. നിങ്ങളുടെ മനസാക്ഷിയെ നിർമ്മലമായി സൂക്ഷിക്കുവിൻ. ക്രിസ്തുവിലുള്ള നിങ്ങളുടെ നല്ല പെരുമാറ്റത്തെ ദൂഷിച്ചു പറയുന്നവർ അങ്ങനെ ലജ്ജിതരായിത്തീരും. നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുകയെന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതിനേക്കാൾ നല്ലത്. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു തന്നെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു. അത് നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാൻ്റെ മരണമായിരുന്നു. ശരീരത്തിൽ മരിച്ച് ആത്മാവിൽ ജീവൻ പ്രാപിച്ചുകൊണ്ട് നിങ്ങളെ ദൈവസന്നിധിയിലെത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും തങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ദൈവവചനമിതാ, ജീവദായക വചനമിതാ,
മനുഷ്യപുത്രൻ മനസ്സിൽ വിതറും ദൈവവചനമിതാ, 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 ജീവദായക വചനമിതാ, മനുഷ്യപുത്രൻ മനസ്സിൽ വിതറും ദൈവവചനമിതാ, ദൈവവചനമിതാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളിച്ചെയ്തു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം ഞാൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു. നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങളറിയും. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നവൻ. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നും അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശുവിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ഇന്ന് ഇറ്റലിയിൽ ജീവിച്ചിരിക്കുന്ന പ്രമുഖ ചിന്തകരിൽ, തത്വചിന്തകരിൽ ഒരാളായ ജോർജിയോ അഗമ്പൻ പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമാണ്. ഇന്ന് ലോക ജനത ഒരു അപവാദ അവസ്ഥയിലാണ്. അതിനർത്ഥം സാമാന്യ നിയമത്തിന് വിരുദ്ധമായ ഒരവസ്ഥാവിശേഷം ജനങ്ങൾക്കുണ്ട്. അതാണ് അപവാദ അവസ്ഥ എന്ന വാക്കുകൊണ്ട് അദ്ദേഹം അർത്ഥമാക്കിയത്. സാമാന്യ നിയമത്തിന് വിരുദ്ധമായ ഒരു ജീവിത അവസ്ഥയിൽ മനുഷ്യൻ ജീവിക്കുന്നു. എന്നിട്ട് ജോർജിയോ അഗമ്പൻ പറയുന്നത്, കോവിഡ്-19 നമ്മളോട് എല്ലാം ത്യജിക്കുവാൻ ആവശ്യപ്പെടുന്നു.
കുറേ കാര്യങ്ങൾ അദ്ദേഹം നിരത്തി വയ്ക്കുന്നുണ്ട്. പ്രണയം, മനുഷ്യ ബന്ധങ്ങൾ, യാത്ര, ജോലി, ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന അവകാശങ്ങൾ, പൊതു ഇടങ്ങൾ, സമൂഹ ജീവിതം, വിവാഹം, മരണാനന്തര ചടങ്ങുകൾ, അങ്ങനെ മനുഷ്യജീവിതവുമായിട്ട് സമൂഹമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഒത്തുചേരലുകളും ത്യജിച്ച് ജീവിക്കുവാനായിട്ട് COVID-19 ഇന്ന് ആവശ്യപ്പെടുകയാണ്. അദ്ദേഹം പറയുന്നു, 2 ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞു. 3-മത് ഒരു യുദ്ധം നടന്നു. അതിന് ശീതയുദ്ധം എന്നാണ് പറയുന്നത്. അത് 1947 മുതൽ 1991 വരെ ആയിരുന്നു. അതിന് നേതൃത്വം നൽകിയത്, പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് നേതൃത്വം നൽകിയത് അമേരിക്കയാണ്. കിഴക്കൻ രാജ്യങ്ങൾക്ക് നേതൃത്വം നൽകിയത് സോവിയറ്റ് റഷ്യയുമാണ്. അപ്പോൾ ഒരർത്ഥത്തിൽ 3 യുദ്ധങ്ങൾ നടന്നു, 2 ലോകമഹായുദ്ധങ്ങൾ, മറ്റൊന്നൊരു ശീതയുദ്ധം. ഈ ശീതയുദ്ധം എന്ന് പറയുന്നത് ആരാണ് വലുതെന്ന് തീരുമാനിക്കാനുള്ള ഒരു യുദ്ധമായിരുന്നു. അമേരിക്കയാണോ ലോക പോലീസ് അല്ലെങ്കിൽ റഷ്യയാണോ ലോക പോലീസ് എന്ന് തീരുമാനിക്കാനുള്ള യുദ്ധം. അവരോട് മറ്റ് രാജ്യങ്ങൾ ചേർന്ന് 2 ചേരികളായിട്ട് തിരിഞ്ഞുള്ള ശീതയുദ്ധമായിരുന്നു. പക്ഷെ ഇവിടെയൊക്കെ ഈ 3 യുദ്ധങ്ങളിലും നിലനിൽപ്പിൻ്റെ ഒരു മന്ത്രമുണ്ടായിരുന്നു, ഒരു ആപ്തവാക്യമുണ്ടായിരുന്നു. മ്യൂച്വൽ അഷ്വേർഡ് ഡിസ്ട്രക്ഷൻ, മലയാളത്തിൽ പരസ്പര നാശം ഉറപ്പുവരുത്തുക. ഇതെല്ലാവർക്കും അറിയാമായിരുന്നൊരു കാര്യമായിരുന്നു. ഇനി 2 ചേരികളായിട്ട് യുദ്ധം ചെയ്തപ്പോഴും ലോകമഹായുദ്ധങ്ങൾ 2 നടന്നപ്പോഴും അതിൽ നിലനിൽപ്പിൻ്റെ മന്ത്രം ഇതായിരുന്നു, മ്യൂച്വൽ അഷ്വേർഡ് ഡിസ്ട്രക്ഷൻ, പരസ്പര നാശം ഉറപ്പുവരുത്തുക. അതിൻ്റെ ചുരുക്കപ്പേര് MAD എന്നായിരുന്നു. MAD, MAD, മ്യൂച്വൽ അഷ്വേർഡ് ഡിസ്ട്രക്ഷൻ. അതിൻ്റെ ചുരുക്കപ്പേര് MAD എന്നാണെങ്കിൽ മലയാളത്തിൽ ഭ്രാന്ത്. ഒരർത്ഥത്തിൽ അത് ഭ്രാന്തായിരുന്നു. ഇപ്പോൾ ജോർജ് അഗമ്പൻ പറയുന്നത്, നമ്മൾ 4-മത്തെ മഹായുദ്ധത്തിൽപ്പെട്ടിരിക്കുന്നു. ഈ 4-മത്തെ മഹായുദ്ധം COVID-19 ആണെങ്കിൽ അതിലെ നിലനിൽപ്പിൻ്റെ ആപ്തവാക്യം, മന്ത്രം എന്ന് പറയുന്നത് MAD തന്നെയാണ്. MAD, MAD, മ്യൂച്വൽ അഷ്വേർഡ് ഡിസ്റ്റൻസ്, പരസ്പര അകലം ഉറപ്പുവരുത്തുക. നമ്മളൊക്കെ തനിച്ചായി പോയിരിക്കുന്നെന്നാണ് പറയുന്നത്. ആരിലാണ് അഭയം, ആരിലാണ് ആശ്രയം? വ്യക്തമായ ഉത്തരം ആർക്കും ലഭിക്കുന്നില്ല. ആരും ഒരിടത്തും സുരക്ഷിതരല്ല എന്ന് അദ്ദേഹം പറയുന്നു. പഴയ നിയമത്തിലെ ബാബേൽ ഗോപുരം പോലെ നമ്മൾ ആകാശക്കോട്ടകൾ ഒത്തിരി ഉയർത്തി. സ്വർഗത്തോളം ഉയരുന്ന പ്രതീക്ഷകൾ ജീവിതത്തിലുണ്ടായി. വരും വർഷങ്ങളിൽ ചന്ദ്രനിലേക്ക് വിനോദയാത്ര ആകാം, അതിന് ബുക്കിംഗ് ആരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ നടന്നു. ചൊവ്വായിൽ പോയി താമസിക്കുമെന്ന് പറഞ്ഞു. ഇതൊക്കെ എവിടെ പോയി? ജീവിതത്തിൽ സുരക്ഷിതത്വം എന്ന വാക്കിന് അർത്ഥമില്ലാതായി എന്ന് അദ്ദേഹം പറയുന്നു. സുരക്ഷിതത്വം, ക്ലിപ്തമെന്നൊക്കെ നമ്മൾ പറയും. അതിന് സോപ്പ് കുമിളയുടെ ആയുസ്സേ ഉള്ളൂ എന്ന് ലോക ജനത ഇന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് പട്ടുനൂൽ പുഴുവിൻ്റെ ജീവിതത്തോട് സമാനമായ അവസ്ഥയാണ്. പട്ടുനൂൽ പുഴു പട്ടുനൂല് ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആവശ്യത്തിലധികം ഉൽപ്പാദിപ്പിച്ചു കഴിയുമ്പോൾ ഈ പട്ടുനൂൽ പുഴു അതിൽ തന്നെ കുരുങ്ങി ജീവിതം അവസാനിപ്പിക്കുന്നു, അതില്ലാതായിത്തീരുന്നു.
ലോകം മുഴുവനും ഇങ്ങനെ സമ്പത്തിൻ്റെ പട്ടുനൂലുകൾ ശേഖരിച്ച് സ്വന്തം സുരക്ഷ ഉറപ്പാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന അവസരത്തിലാണ് ഈ COVID-19 നമ്മളെ കയറി പിടിച്ചത്. ജീവിതം വെട്ടിത്തിരിഞ്ഞ് വേറൊരു വഴിയിലേക്ക് നമ്മളെ നയിക്കുന്നു. ഇപ്പോഴ് ആരും പ്രതീക്ഷിക്കാത്ത ഒരു വെട്ടിത്തിരിച്ചിൽ ജീവിതത്തിനുണ്ടായിരിക്കുന്നു. ആരോട് പറയാനാണ്? ആരോട് പരാതിപ്പെടാനാണ്? ദൈവം മാത്രമേ ആശ്രയമുള്ളൂ. ഈ ലോകത്തിൽ ഒരിടത്തും നമുക്ക് രക്ഷയില്ല, സുരക്ഷയുമില്ല. ലോകമാദ്യമായിട്ട് മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. COVID-19 മുന്നിൽ ശത്രുവില്ല, മിത്രമില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, വർഗമില്ല, വർണ്ണമില്ല. കോവിഡിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും തുല്യരാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം പാലസ്തീനായിൽ COVID-19 പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പാലസ്തീൻ അതോറിറ്റിക്ക് വേണ്ട എല്ലാ സഹായവും കൈയച്ച് ചെയ്തു കൊടുക്കുന്നു. നമുക്കറിയാം, ആജന്മ ശത്രുക്കളാണ്, കണ്ടാൽ വെടിവെക്കുന്ന വൈരാഗ്യമുള്ള കൂട്ടരാണ്. ആര് കൊല്ലണം, ആര് നശിക്കണമെന്ന ചിന്തയിൽ ജീവിക്കുന്ന രണ്ട് പ്രദേശങ്ങൾ, പാലസ്തീനും ഇസ്രായേൽ. പക്ഷേ കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് എല്ലാ സഹായവും പാലസ്തീൻ ജനതയ്ക്ക് ചെയ്തു കൊടുക്കുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, COVID-19 യഹൂദനെ തിരിച്ചറിയാനില്ല, അറിയാൻ പറ്റില്ല, പാലസ്തീൻകാരനെയും തിരിച്ചറിയില്ല. നമ്മളൊക്കെ മനുഷ്യരാണ്. അവിടെ യഹൂദനുമില്ല, പാലസ്തീൻകാരനുമില്ല, അതുകൊണ്ട് അവരെ സഹായിക്കുക എന്ന്. ഇറാനിൽ ആരോഗ്യ ഉപമന്ത്രി ഈരിച്ച് റിറീർച്ചി, അദ്ദേഹത്തിൻ്റെ ഈരിച്ച് റിറീർച്ചി എന്നാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞത്, കോവിഡിന് മനുഷ്യനും മനുഷ്യനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഭരണാധിപനെന്നോ പൗരനെന്നോ വ്യത്യാസമില്ല. സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല. ദരിദ്രനെന്നോ സമ്പന്നനെന്നോ വ്യത്യാസമില്ല. കോവിഡിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്ന് പറയുന്നത് പെറ്റ് പെരുകാനുള്ള മാംസപിണ്ഡം മാത്രമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുന്നൊരു കാര്യമാണ്. COVID-19 മനുഷ്യനെന്ന് പറയുന്നത് പെറ്റുപെരുകാനുള്ള മാംസപിണ്ഡം മാത്രമാണ്. ഇവിടെയാണ് കൊളംബിയൻ സാഹിത്യകാരൻ, നൊബേൽ സമ്മാന ജേതാവുമായ മർക്കേസ്, ഗബ്രിയേൽ ഗാർസിയ മർക്കേസ്, അദ്ദേഹത്തിൻ്റെ ഒരു നോവലിൽ ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന് പറയുന്ന നോവലുണ്ട്. അതിൽ പറയുന്നത്, ജീവിച്ചിരിക്കെ മനുഷ്യൻ അഴുകിപ്പോകുന്നൊരവസ്ഥയുണ്ട് എന്ന്. ഏകാന്തതയുടെ തീവ്രതയെക്കുറിച്ച് പറയുമ്പോഴാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മനുഷ്യൻ അഴുകുന്ന ഒരവസ്ഥയുണ്ട് എന്ന് ഗാബോ, അദ്ദേഹത്തെ പുന്നാരിച്ച് വിളിപ്പിക്കുന്ന പേരാണ് ഗാബോ, പറയുന്നത് മനുഷ്യൻ ജീവിച്ചിരിക്കെ അഴുകുന്ന ഒരവസ്ഥയുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, എത്രമാത്രം സത്യമാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ. ഏകാന്തതയുടെ 100 വർഷങ്ങൾ നോവൽ എഴുതിയ ഒരു വലിയ വാക്യമാണ്. മനുഷ്യൻ ജീവിച്ചിരിക്കെ അഴുകിപ്പോകുന്നൊരവസ്ഥയുണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ ജീവിച്ചിരിക്കെ അഴുകിപ്പോകുന്ന അവസ്ഥയിൽ മ്യൂച്വൽ അഷ്വേർഡ് ഡിസ്റ്റൻസ്, പരസ്പര അകലം ഉറപ്പുവരുത്തി തനിച്ചായി പോയിരിക്കുന്ന അവസ്ഥ. നമ്മളൊക്കെ തനിച്ചാണിപ്പോൾ. ആരുടെ കൈക്ക് പിടിച്ചിട്ടും രക്ഷയില്ല. തികഞ്ഞ ഏകാന്തത നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ട്. സത്യമാണത്. ഇനി അടുത്തിരിക്കുന്ന ആളോട് സംസാരിക്കുമ്പോൾ പോലും ഇവനിൽ കോവിഡ് ഉണ്ടോ എന്നൊരു സംശയം മനസ്സിലുണ്ട്. ഇവൻ എപ്പോഴാണ് എനിക്കിത് പകർന്നു തരിക? അതുകൊണ്ട് എന്തും അകലം പാലിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ. പുറമേ നമ്മൾ എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിലും നമ്മളൊക്കെ തീരാത്ത ആശങ്കയിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്നു. ഇവിടെയാണ് പ്രിയപ്പെട്ടവർ ഇന്നത്തെ സുവിശേഷത്തിന് പ്രസക്തിയുള്ളത്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഒത്തിരി ആശ്വാസം പകരുന്ന
ഒരു വചനമാണ്. യേശു ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്ത ഒരു കെട്ടുറപ്പാണത്. നിങ്ങൾ ഒരിക്കലും തനിച്ചാവില്ല, നിങ്ങൾ അനാഥരുമല്ല, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ക്രിസ്തീയ വിശ്വാസിയാണെങ്കിൽ ഈ സന്നിഗ്ധാവസ്ഥയിൽ, ആശങ്കയുടെ നിമിഷങ്ങളിലും ദിവസങ്ങളിലും നാളുകളിലും ഈ വചനം നെഞ്ചിലേറ്റാൻ പഠിക്കണം. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നത്. ഇനി അനാഥരായി വിടില്ല എന്നുണ്ടെങ്കിൽ, കർത്താവ് കൂടെ ഉണ്ടാകണമെങ്കിൽ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്: നിങ്ങൾ എന്നെ സ്നേഹിക്കണം. എന്നെ സ്നേഹിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് നിങ്ങൾ എൻ്റെ കൽപ്പന പാലിക്കണം. കൽപ്പന എന്ന് പറയുന്നത് സ്നേഹമാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹം ജീവിതത്തിൽ പാലിക്കണമെന്ന് തന്നെയാണ് കർത്താവ് പറയുന്നത്. ഇതാണ് അന്യം നിന്നുപോയ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. നമ്മളൊക്കെ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ആ സ്നേഹം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് വിഷമിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ മാളുകളിലും സൂപ്പർ മാർക്കറ്റിലുമൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ അതിശയിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പാൽപ്പൊടി കിട്ടും, വീട്ടിൽ കൊണ്ട് വെള്ളം ചേർത്താൽ പാലാകും. തേങ്ങാപ്പൊടി കിട്ടും, വീട്ടിൽ കൊണ്ട് വെള്ളം ചേർത്താൽ തേങ്ങാപ്പാലാകും. ഒരുപാട് കളർപ്പൊടികൾ കിട്ടും, വെള്ളം ചേർത്താൽ നമുക്കിഷ്ടമുള്ള മധുര പാനീയമാകും. ഏതാണ്ട് ഇതുപോലെയാണിപ്പോൾ ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുന്നത്. പുത്തൻ വെള്ളം തലയിൽ വീണാൽ ക്രിസ്ത്യാനിയാകും. അതാണ് നമ്മളിലൊക്കെ വേരൂന്നിരിക്കുന്നൊരു ചിന്ത. പിന്നെ ഒന്നും വേണ്ട. കർത്താവിൻ്റെ പുറകെ ആയിരക്കണക്കിന് മനുഷ്യർ കൂടിയിരുന്നു, ആയിരങ്ങളും പതിനായിരങ്ങളും. അത് സുവിശേഷം വായിക്കുമ്പോൾ നമുക്കറിയാം. അവരെയൊക്കെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കാൻ പറ്റില്ലായിരുന്നു. കർത്താവിൻ്റെ പിന്നാലെ ക്രിസ്തുവിനെ അനുയാത്ര ചെയ്യുന്നവൻ ക്രിസ്ത്യാനി എന്ന് വിളിക്കാം, പക്ഷേ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളായിരുന്നില്ല, കർത്താവിൻ്റെ പിന്നാലെ കൂടിയവരാണ്. മാമോദീസ ജലം തലയിൽ വീഴുമ്പോൾ നമ്മൾ ക്രിസ്ത്യാനിയായി എന്ന് പറയാം, പക്ഷെ അത് ക്രിസ്തീയ ജീവിതത്തിലെ ആദ്യത്തെ കാൽവയ്പ്പാണ്. പിന്നീട് അങ്ങോട്ട് കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. അപ്പോൾ ഈ ദുരന്ത അവസ്ഥയിലും ദുരിത നിമിഷങ്ങളിലുമൊക്കെ കർത്താവ് പറയുന്നത്, സ്നേഹബന്ധങ്ങൾ കൈവിട്ടു പോകരുത്. സ്നേഹിതൻ അകലത്തിലാണെങ്കിലും അവൻ്റെ കൂടെ നിർത്താനുള്ളൊരു ശ്രമം ജീവിതത്തിലുണ്ടാകണം. പ്രത്യേകിച്ച് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചവരാണെങ്കിൽ ആരും അന്യരല്ല. അവിടെ കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങൾ അനാഥരായി വിടില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അപ്പുറത്ത് നിൽക്കുന്നവൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ്. ക്രിസ്തുവിനെ അനുയാത്ര ചെയ്ത് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവനും അത് ക്രിസ്തു തന്നെയാണ്. അപ്പം അവൻ നിൻ്റെ കൂടെയുണ്ട്. ഞാൻ നിൻ്റെ കൂടെ ഉള്ളതിന് തുല്യമാണ് അവൻ നിൻ്റെ കൂടെ ആയിരിക്കുന്നത്. ഇപ്പം നമ്മളാരും അനാഥരല്ല എന്ന് പറയുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് സഹോദരനെയും സഹോദരിയെയുമാണ്. തീർച്ചയാണ് നമ്മളൊക്കെ ഏകാന്തത, ഗാബോ പറയുന്നത് ഏകാന്തതയുടെ 100 വർഷങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ 50-52 ദിവസങ്ങളൊക്കെ ആയുള്ളൂ ഏകാന്തത അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഒരു 50,000 കൊല്ലം ജീവിച്ചതിന് തുല്യമായ മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പലരുമുണ്ട്. എല്ലാം നിഷേധിക്കപ്പെട്ടു. ജീവിച്ചിരിക്കുക അഴുകിപ്പോകുന്നൊരവസ്ഥയിലേക്ക് ജീവിതം തള്ളപ്പെട്ടിരിക്കുന്നു. അനാഥൻ എന്നൊരു തോന്നൽ. എപ്പോഴാണ് അനാഥനാകുന്നത്? സനാഥനാകുന്നത് എൻ്റെ ജീവനും ജീവിതത്തിനും സുരക്ഷ ഉറപ്പുവരുത്തുന്നിടത്താണ് ഞാൻ സനാഥനാകുന്നത്. അനാഥനാകുന്നത് എൻ്റെ ജീവന് ഉറപ്പ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് തള്ളപ്പെടുമ്പോൾ. ഇപ്പം ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടില്ല എന്ന് പറയുമ്പോൾ ഉറപ്പാണ്.
എൻ്റെ കൂടെ ആയിരിക്കുന്നുവെങ്കിൽ നിനക്ക് രക്ഷ ഉറപ്പാണ്, സുരക്ഷിതത്വം ഉറപ്പാണെന്ന് കർത്താവ് തന്നെ പറയുന്നു. സൃഷ്ടിയുടെ ആരംഭത്തിൽ മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല എന്ന് കർത്താവ് പറഞ്ഞിട്ട് തന്നെയാണ് അവനൊരു കൂട്ടുകാരിയെ സമ്മാനിച്ചത്. പക്ഷെ കൂട്ടുകാരി ഉണ്ടായിട്ടും ഏകാന്തത വിട്ടുപോയില്ല. നമുക്കറിയാമല്ലോ, ജീവിതത്തിൽ ആരൊക്കെ കൂടെയുണ്ടെങ്കിലും ഏകാന്തത അനുഭവിക്കുന്ന നിമിഷങ്ങളൊക്കെയുണ്ട്. അപ്പോൾ ഈ ലോക ജീവിതത്തിൽ ആദ്യത്തെ കൂട്ടുകാരൻ എന്ന് പറയുന്നത് കർത്താവ് തന്നെയാണ്. കൂടെ ആരൊക്കെ ഉണ്ടെങ്കിലും അതൊരു ഉറപ്പുള്ള കൂട്ടായിട്ട് കരുതാനായിട്ടാവില്ല. അപ്പോൾ ആദ്യത്തെ കൂട്ടുകാരിയായിരുന്നെങ്കിൽ ഒരു കൂട്ടുകാരൻ. അതുകൊണ്ടാണ് കർത്താവ് സ്വയം മണവാളൻ എന്ന് ഞാൻ മണവാളനാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ, ആദ്യത്തെ സ്ത്രീ ഉൾപ്പെടെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ നിങ്ങളെല്ലാവരും എൻ്റെ മണവാട്ടിമാരാണ്, എൻ്റെ കൂട്ടുകാരന്മാരാണ്, എൻ്റെ കൂട്ടുകാരികൾ. അപ്പം നിങ്ങൾ തനിച്ചാണെന്ന വിചാരം ജീവിതത്തിൽ വേണ്ട. ശിഷ്യന്മാർക്ക് കൊടുത്തൊരു വലിയ ഉറപ്പാണ്, നിങ്ങളെവിടെ പോയാലും ഞാൻ കൂട്ടിനുണ്ട്, ഞാനാണ് നിങ്ങളുടെ യഥാർത്ഥ മണവാളൻ, കൂട്ടുകാരൻ. മണവാളൻ എന്ന വാക്കിനേക്കാൾ നല്ലത് ജീവിതത്തിൽ കൂട്ടുകാരൻ എന്ന് വിളിക്കുന്നതാണ്. എവിടെയും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുന്നവൻ. വേണമെങ്കിൽ മണവാളൻ എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ബലിയർപ്പണത്തിൽ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: ജീവിതം വെട്ടിത്തിരിഞ്ഞു നിൽക്കുന്നു. എങ്ങോട്ടെന്നറിയാതെ നമ്മളെയൊക്കെ കൈക്ക് പിടിച്ച് കൊണ്ടുപോകുമ്പോൾ ഞാൻ പെട്ടുപോയല്ലോ കർത്താവേ എന്നല്ല വിചാരിക്കേണ്ടത്. പെട്ടുപോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരു കൂട്ടുകാരൻ ഉണ്ട്, ഒരു മണവാളൻ ഉണ്ട്, അവനാണ് എൻ്റെ യഥാർത്ഥ മണവാളൻ എന്ന ചിന്ത. അവൻ്റെ ഉറപ്പിൽ, അവൻ നൽകുന്ന ഉറപ്പ്, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടില്ല. നമ്മളാരും അനാഥരല്ല. അനാഥത്വം എന്ന വാക്ക് ക്രിസ്തീയ ജീവിതത്തിലില്ല. മറിച്ച് കർത്താവ് കൂട്ടിനുണ്ട് എന്ന ചിന്തയിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ വിശ്വാസം ഏറ്റുപറയാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യം അദൃശ്യമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവെന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനമായ അവിടുന്ന് വഴി സകലം സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചേറിയർപ്പം വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കർത്താവും ദൈവവുമാകുന്ന യേശുനാഥൻ്റെ മുന്നിൽ നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ ആശങ്കകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങേ സഭയെ നയിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവായ ദൈവമേ, സഭയെ നയിക്കുന്ന ഫ്രാൻസിസ് പാപ്പായ്ക്ക് ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവായ ദൈവമേ, ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവായ ദൈവമേ, രോഗവും ഏകാന്തതയും മൂലം
ശാരീരികവും മാനസികവുമായി വേദന അനുഭവിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ മക്കൾക്കും ആശ്വാസവും സൗഖ്യവും പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവായ ദൈവമേ, ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആത്മീയ ധൈര്യവും ശാരീരിക ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവായ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയുടെ സ്നേഹത്തിലും സമാധാനത്തിലും ഒരുമിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവായ ദൈവമേ, ഈ കാലയളവിൽ ഞങ്ങൾ വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം ഗൾഫിൽ മരിച്ച നമ്മുടെ ഒരു ഇടവകാംഗമുണ്ട്, വിപിൻ സേവർ മാളിയക്കൽ. വിപിനെ നമുക്ക് ഓർക്കാം. കഴിഞ്ഞ നവംബർ മാസം ഈ ദൈവാലയത്തിൽ വെച്ച് വിവാഹമെന്ന് കുദാശ സ്വീകരിച്ചു പോയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ, അച്ഛനെ, അമ്മയെയൊക്കെ നമുക്ക് ഓർക്കാം. അവരുടെ വേദനകളിൽ നമുക്ക് പങ്കുചേരാം. വിപിൻ്റെ ആത്മശാന്തിക്കായി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും വിപിൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് തമ്പുരാൻ്റെ മുന്നിൽ സമർപ്പണ പ്രാർത്ഥന നടത്തുകയും ചെയ്യാം. അവരെയും അവിടുന്ന് കനിഞ്ഞ് ആശ്വസിപ്പിക്കണമേ എന്ന് യാചിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. ഹൃദയതാലമേന്തി നാഥ വന്നിടുന്നു സന്നിധി, കാഴ്ചയായി നിന്റെ മുന്നിൽ നിന്നിടുന്നു സാദരം. ഹൃദയതാലമേന്തി നാഥ വന്നിടുന്നു സന്നിധി, കാഴ്ചയായി നിന്റെ മുന്നിൽ നിന്നിടുന്നു സാദരം. പൂർണ്ണമായി നൽകിടുന്നു ഭക്തിയാർന്നു ഞങ്ങളെ, പൂർണ്ണമായി നൽകിടുന്നു ഭക്തിയാർന്നു ഞങ്ങളെ. നന്മ പൂർണ്ണ പാലക ഇന്നീകണേ നിൻ ദർശനം, നന്മ പൂർണ്ണ പാലക ഇന്നീകണേ നിൻ ദർശനം. ഹൃദയതാലമേന്തി നാഥ വന്നിടുന്നു സന്നിധി. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭയുടെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ബലിവസ്തുക്കളുടെ സമർപ്പണത്തോടൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥനകളും അങ്ങേ പക്കലേക്ക് ഉയരട്ടെ. അങ്ങനെ അങ്ങേ മഹാമനസ്കതയാൽ ശുദ്ധീകരിക്കപ്പെട്ട് അങ്ങേ മഹാകാരുണ്യത്തിൻ്റെ രഹസ്യങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരായി ഭവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി
ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എപ്പോഴും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങേ ഉച്ചസ്ഥരം പ്രകീർത്തിക്കുക യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ക്രിസ്തുവാണല്ലോ ലോകപാപം നീക്കിയ സാക്ഷാൽ കുഞ്ഞാട്. അവിടെ നിന്നാണല്ലോ തൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണം സംഹരിക്കുകയും തിരുവുത്ഥാനത്താൽ ഞങ്ങൾക്ക് പുതുജീവൻ നൽകുകയും ചെയ്തതാകയാൽ എല്ലാ മാലാഖമാരോടും സകല വിശുദ്ധരോടും ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളും അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ
നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിച്ചുകൊള്ളുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ നാഥാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ, നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നു ആഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട്
അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും സകല വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളിച്ചെയ്ത് കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ, ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നാദാവരേണമേ, എന്നിൽ നിറയണമേ. നാദാവരേണമേ, എന്നിൽ നിറയണമേ. നാദാവരേണമേ, എന്നിൽ നിറയണമേ. നാദാവരേണമേ, എന്നിൽ നിറയണമേ.
ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ആരാധന പാട മാലാകമാരൊപ്പം ജീവന്റെ തിരുപൂജ്യമേ, ആരാധന പാട മാലാകമാരൊപ്പം ജീവന്റെ തിരുപൂജ്യമേ. എന്നുമെന്നും കൂടെയിരിപ്പാൻ അപ്പമായി തീർന്നവനേ, എന്നുമെന്നും കൂടെയിരിപ്പാൻ അപ്പമായി തീർന്നവനേ, എൻ്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന, എൻ്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്താൽ അങ്ങ് ഞങ്ങളെ നിത്യജീവനിലേക്ക് പുനരാനയിക്കുന്നുവല്ലോ. പെസഹ രഹസ്യത്തിൻ്റെ ഫലങ്ങൾ ഞങ്ങളിൽ വർദ്ധമാനമാക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് രക്ഷാകരമായ ബോധ്യത്തിൻ്റെ ശക്തി ചൊരിയുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. ഗൾഫിൽ മരിച്ച വിപിൻ സേവർ കുരിശിങ്കലിൻ്റെ കുടുംബ അംഗങ്ങൾക്ക് ഈ ഇടവകയുടെ മുഴുവൻ അനുശോചനവും രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും ദൈവം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ
ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ഗേഹത്തിനുമീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ഓ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ഏകത്തിനുമീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ഓ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവില്ല് പോലെ വസന്തത്തിൻ പനിനീർപ്പൂ പോലെ നീർച്ചാലിനരികിൽ ലില്ലി പോലെ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ഓ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം.